ഇനി ഒരു തെറ്റും ഞങ്ങൾ ചെയ്യില്ല. ഒരാളെയും ഞങ്ങൾ ഇനി ദ്രോഹിക്കില്ല. ദേശമംഗലത്ത് അമ്മയാണ് സത്യം. കരയാതെ മോളെ, മനുഷ്യരായ ചില തെറ്റുകളൊക്കെ പറ്റും. ആ തെറ്റ് തിരിച്ചറിയുന്ന നിമിഷം അത് തിരുത്തുകയാണ് വേണ്ടത്. എന്നോടല്ല, ദേവി മഹാമായയോടാണ് മോള് മാപ്പ് ചോദിക്കേണ്ടത്. അമ്മയോടാണ് നീ പറയേണ്ടത്. മോള് വാ, നമുക്ക് പൂജാമുറിയിലേക്ക് പോകാം. വാ. അമ്മയ്ക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. പക്ഷേ അമ്മ ഒരിക്കലും ശപിച്ചിട്ടില്ല. നീ എൻ്റെ മകന്റെ ഭാര്യ. അവന്റെ സന്തോഷമാണ്. അവന്റെ സന്തോഷത്തിന് ഒരിക്കലും ഈ അമ്മ മങ്ങലെ ഏൽപ്പിക്കില്ല. വരൂ. എൻ്റെ ഭഗവതി, എൻ്റെ അമ്മേ, അമ്മേ ഭഗവതി, എൻ്റെ മക്കൾക്ക് അവരുടെ തെറ്റുകൾ മനസ്സിലായി. ഇനി എൻ്റെ മക്കളെ പരീക്ഷിക്കരുത്. ഇനിയുള്ള ജീവിതത്തിൽ അവർക്ക് സകല ഐശ്വര്യങ്ങളും നൽകണേ. മനസാക്ഷിയില്ലാത്ത ക്രൂരതയാണ് ഞാൻ ചെയ്തത്. അമ്മയെന്ന സങ്കല്പം പോലും ഞാൻ മറന്നു. അമ്മയെ ഉപേക്ഷിക്കാൻ സ്വന്തം മകനോട് കൽപ്പിച്ചത് തെറ്റാണ്. ഞാൻ എൻ്റെ ജീവന് ശ്വാസവും ആയുസ്സും അമ്മയുടെ മുൻപിൽ വയ്ക്കാം. തെറ്റാണ് ഞാൻ ചെയ്തത്. എങ്ങനെ വേണമെങ്കിലും എന്നെ ശിക്ഷിച്ചോളും. നമ്മുടെയൊക്കെ ജീവനും പ്രവൃത്തിയും വാക്കും ശരീരവും എല്ലാം ദേവിക്കുള്ള അർച്ചന തന്നെയാണെന്ന് കരുതുക. അപ്പോ നമ്മുടെ വാക്കും പ്രവൃത്തിയും എല്ലാം ശുദ്ധമാകും. മോള് അമ്മയുടെ കീർത്തന ഉറക്കെ ഉറക്കെ ചൊല്ലും. എല്ലാം നേരെയാകും. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഉറങ്ങാറായില്ലേ? ഉറക്കം വരുന്നില്ല. ഗുരു ഉറങ്ങിയോ? അച്ഛൻ ഉറങ്ങി. എന്താ ഉറക്കം വരാത്തതിന് കാരണം? അറിയില്ല, മനസ്സിന് വല്ലാത്തൊരു ഭാരം പോലെ. എന്റെ സംസാര രീതിയാണോ കുഴപ്പം? അല്ല, പിന്നെ മനസ്സൊന്നും ഒരുപോലെ ഇരിക്കണമെന്നില്ലല്ലോ. ആയിരിക്കണമല്ലോ. ജ്ഞാനികളുടെ ലക്ഷണം അതല്ലേ, എല്ലാ കാര്യങ്ങളോടും ഒരുപോലെ പ്രതികരിക്കാൻ പറ്റുക എന്നുള്ളത്. ഓരോ വാക്കിലും എന്നെ തോൽപ്പിക്കാനുള്ള താല്പര്യം പ്രിയമതയ്ക്കുണ്ട്. അതിന്റെ കാരണം എന്താ? നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് ഉറക്കത്തെ കുറിച്ചല്ലേ? ഉറക്കമില്ലായ്മയുടെ കാരണം ഞാൻ പറഞ്ഞു തരട്ടെ? ഓ, അതൊക്കെ കണ്ടുപിടിക്കാൻ അറിയാല്ലേ? എന്നാ കേക്കട്ടെ. അകാരണമായൊരു വേദന, ഇപ്പൊ പറഞ്ഞ മനസ്സിന്റെ ഭാരം, ഇത് ഇന്നു മാത്രമല്ല, അലച്ചിലിന്റെ നാളുകൾക്കിടയിൽ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സത്യമല്ലേ? സത്യമാണ്. കാരണം പറയൂ. താങ്കളുടെ അച്ഛൻ എന്തു ചെയ്യുന്നു? അച്ഛൻ കുറെ കാലമായി കിടപ്പിലാണ്. അമ്മ? തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ചന്ദനം വരയ്ക്കുന്നു. പിന്നെ അച്ഛന്റെ കാര്യങ്ങൾ നോക്കുകയും വേണമല്ലോ. ഏക മകനല്ലേ? അതെ. ഇനി എന്തിനാ ഉറക്കമില്ലായ്മയുടെ കാര്യം കൂടുതൽ അറിയുന്നത്? എനിക്ക് മനസ്സിലായില്ല, വ്യക്തമായി പറയൂ. അച്ഛനമ്മമാരോടുള്ള കർത്തവ്യം നിറവേറ്റാതെ ഒരാൾ നാടലയാൻ പോയാൽ അതിനെ അറിവന്വേഷിക്കുന്നു എന്നാണോ പറയേണ്ടത്? ഒളിച്ചോട്ടമെന്നോ പറയേണ്ടത്? മക്കൾ തങ്ങളുടെ ജന്മപുണ്യമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഏതൊരു മാതാപിതാക്കളും. അച്ഛന്റെ അസുഖത്തെക്കുറിച്ച് ഓർത്തിരുന്നെങ്കിൽ, വാർദ്ധക്യത്തിലെത്തിയ അമ്മയുടെ കഷ്ടപ്പാട് ഓർത്തിരുന്നെങ്കിൽ അലയാൻ തോന്നുമായിരുന്നോ? എത്രയോ മഹാന്മാർ കുടുംബം ഉപേക്ഷിച്ചു പോയിരിക്കുന്നു. അവരൊക്കെ വലിയ വലിയ സത്യങ്ങൾ കണ്ടെത്തിയിട്ടില്ലേ? അങ്ങേക്കും എനിക്കും അറിയാവുന്ന ഒരു കഥയുണ്ട്. ശിവഭഗവാൻ ഗണപതി ഭഗവാന് മാമ്പഴം കൊടുത്ത കഥ. എന്താ, അതൊന്ന് പറയൂ. അത് നിസ്സാരമല്ലേ? വിശിഷ്ടമായ മാമ്പഴം ശിവഭഗവാന്റെ കയ്യിലെത്തുന്നു. അത് തനിക്ക് വേണമെന്ന് ഭഗവാൻ സുബ്രഹ്മണ്യനും ഗണപതിയും മത്സരിക്കുന്നു. 3 ലോകവും ചുറ്റി വരുവാൻ രണ്ടുപേരോടും ശിവഭഗവാൻ ആവശ്യപ്പെടുന്നു. കുമാരസ്വാമി മയിൽപ്പുറത്ത് കയറി ഉലകം ചുറ്റുവാൻ പോയി. ഈ സമയം ഗണപതിയാകട്ടെ അച്ഛനെയും അമ്മയെയും 3 തവണ വലം വെച്ചു.
ശിവഭഗവാൻ സന്തോഷത്തോടെ ഗണപതിക്ക് മാമ്പഴം കൊടുക്കുകയും ചെയ്തു. ശരി, സുബ്രഹ്മണ്യ സ്വാമി തിരിച്ചെത്തി. അദ്ദേഹത്തോട് ശിവഭഗവാൻ പറഞ്ഞ മറുപടി എന്തായിരുന്നു? ഉലകമെന്നത് അച്ഛനമ്മമാർ തന്നെയാണെന്നും. പാഠം എഴുതി പഠിച്ചപ്പോൾ അങ്ങ് പഠിച്ച കഥ, പക്ഷെ അതിന്റെ സാരം മാത്രം അങ്ങേക്ക് മനസ്സിലായില്ല. ഭഗവാൻ പഠിപ്പിക്കാൻ ശ്രമിച്ചതും അച്ഛനമ്മമാർ തന്നെയാണ് ലോകം എന്ന് തന്നെയല്ലേ? ആ അച്ഛനമ്മമാരോടുള്ള കടമ മറന്ന മകന് ഉറക്കം വരാത്തതിൽ തെറ്റുണ്ടോ? അയാളുടെ മനസ്സിന് ഭാരം തോന്നിയാൽ അതിൽ കുറ്റമുണ്ടോ? അറിവ് എവിടെ നിന്നും ആർജിക്കാം, പക്ഷേ കടമകൾ ചെയ്തു തീർക്കാത്ത ഒരുവന് അറിവ് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. യാത്രകളിൽ അങ്ങ് മനസ്സിലാക്കിയ വലിയ വലിയ അറിവുകളോട് ഇത് തുല്യം നിൽക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു, അത്രേയുള്ളൂ. പ്രിയമത, അച്ഛനമ്മ ഈ രണ്ട് വിഷയങ്ങളിലും ഒരു തർക്കത്തിനും ഞാനില്ല. അവർക്കപ്പുറം ഒരു ലോകവുമില്ല. മോളെ, അച്ഛാ, ഞാൻ ക്ഷേത്രത്തിലേക്ക് പോയിട്ട് വരാം. രാവിലെ ഗംഗാദത്തനെ കാണാതായപ്പോ ഞാൻ കരുതി അയാള് നേരത്തെ കുളിക്കാൻ ഇറങ്ങിയതാണെന്ന്. കുളിക്കടവ് വരെ ചെന്ന് നോക്കുകയും ചെയ്തു. അയാളെ കണ്ടില്ല. ഇവിടെ വന്നപ്പോ അയാളുടെ സാധനങ്ങളും കണ്ടില്ല. അയാള് പോയി. അതെങ്ങനെ? ഗുരുവിനോട് യാത്ര പറയാതെ ശിഷ്യൻ പുറപ്പെടാൻ പാടുണ്ടോ? നിന്റെ വാക്കുകൾ കഠിനമായതാണ് അയാള് പോയതിന് കാരണം. ഞാനെന്ത് ചെയ്യാനാണ്? അദ്ദേഹത്തിന് തോന്നിയപ്പോൾ അദ്ദേഹം വന്നു, അദ്ദേഹത്തിന് തോന്നിയപ്പോൾ അദ്ദേഹം പോയി. ഗംഗാദത്തനെ ഇത്രയും അസ്വസ്ഥനായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അയാളെ അങ്ങനെ കാണുന്നത് എനിക്കിഷ്ടവുമല്ല. അയാള് വലിയ ലക്ഷ്യങ്ങളുള്ള ആളാണ്. അയാള് ഒരിക്കൽ അവിടെ എത്തിച്ചേരുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസം എനിക്കുണ്ട്. എത്തട്ടെ, അച്ഛന്റെ ശിഷ്യന്മാരെല്ലാം കേമന്മാരാവട്ടെ. ഇനി എന്ന് എപ്പോൾ അയാള് വരുമെന്ന് എനിക്കറിയില്ല. ഗുരുഭക്തിയിൽ അയാളെ കഴിഞ്ഞൊരാളില്ലാന്ന് അച്ഛൻ കൂടെ കൂടെ പറയാറുണ്ടല്ലോ. അത് സത്യമാണെങ്കിൽ അദ്ദേഹം വരും. അല്ലെങ്കിൽ തന്നെ എന്റെ വാക്കിന് എന്തിനാണ് അദ്ദേഹം ഇത്രയും വില കൊടുക്കുന്നത്? അറിവുള്ള ആളുകൾക്ക് നേരെ എത്രയോ പേർ കല്ലെറിയുന്നു. അവരത് കാര്യമാക്കുന്നുണ്ടോ? അവനൊരു യുവാവാണ്. ഈ പറയുന്ന അത്രയും പക്വതയൊന്നും അവനായിട്ടില്ല. അറിവ് കൊണ്ട് മനസ്സ് നിറച്ചവനാണെന്ന് അച്ഛൻ തന്നെ പറയുന്നു. പക്വത ആയിട്ടില്ലെന്നും പറയുന്നു. രണ്ടും ചേർച്ചയില്ലല്ലോ. നിന്നോട് തർക്കിക്കാൻ ഞാനില്ല. പ്രിയപ്പെട്ട ശിഷ്യൻ ഒരു യാത്ര പോലും പറയാതെ പോയതിൽ അച്ഛന് വിഷമമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ സാമാന്യ മര്യാദകൾ പോലും ഒരാൾ മറന്നു പോവുക എന്നത് അത്ര നല്ല കാര്യമല്ല. ക്ഷേത്രത്തിൽ പോയി വരും. വെറുതെ സംസാരിച്ച് മനസ്സ് അസ്വസ്ഥമാക്കണ്ട. എനിക്ക് അസ്വസ്ഥതയൊന്നുമില്ല. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഒട്ടും തന്നെ ഇല്ല. അദ്ദേഹം നല്ലവനാണെങ്കിൽ തിരിച്ചു വരും. അല്ലെങ്കിൽ അച്ഛന്റെ കണക്ക് കൂട്ടലിൽ എവിടെയോ പിഴവ് പറ്റിയിട്ടുണ്ടെന്ന് കൂട്ടിക്കൊള്ളൂ. അച്ഛന് സുഖമാണല്ലോ അല്ലേ? അതെ തിരുമേനി. എനിക്കങ്ങോട്ട് ഇറങ്ങാൻ പറ്റിയില്ല. അറിയാം. ക്ഷേത്രത്തിലെ തിരക്കുകളും വീട്ടിലെ എല്ലാ കാര്യങ്ങളും അങ്ങ് തന്നെയല്ലേ നോക്കുന്നത്? വേദമോളുടെ കാര്യം ഞാൻ എന്തെങ്കിലും ചോദിക്കേണ്ടതുണ്ടോ? അവളെക്കുറിച്ച് അങ്ങേക്ക് പേടി വേണ്ട. നല്ല കുട്ടിയാണ്. എല്ലാ കാര്യത്തിലും നല്ല ഗ്രാഹ്യമുള്ളവൾ, വകതിരിവുള്ളവൾ. അച്ഛനും ഞാനും കൂടി പറയും തിരുമേനി വളർത്തുന്ന രീതിയെക്കുറിച്ച്. അമ്മയില്ലാത്ത കുറവ് അറിയിക്കാതെ വളർത്തുമ്പോ ലാളന കുറച്ച് കൂടിപ്പോകുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. ലാളന കൂടിയ കുട്ടികൾക്ക് കുസൃതി കൂടുതലുണ്ടല്ലോ. വേദക്കുട്ടിയിൽ നിന്നും അങ്ങനെ ഒന്നും വരില്ല. അവൾക്ക് എന്തെങ്കിലും പാഠം ചൊല്ലി കൊടുക്കുന്നത് പോലും ഞങ്ങളുടെ ഭാഗ്യമെന്നാണ് പറയുന്നത്. സന്തോഷം. ഓ, നാം ഒരല്പം ദൂരെയാ നിന്നിരുന്നതേ. അവിടെ നിന്ന് നോക്കുമ്പോ ക്ഷേത്രത്തിന് വല്ലാത്തൊരു പ്രഭ കൂടിയതുപോലെ. എന്താ കാരണമെന്ന് കരുതിയാ വന്നേ. ഇപ്പൊ മനസ്സിലായി. തെളിച്ചം കൂടിയതേ പ്രിയംവദ വന്നതുകൊണ്ട് തന്നെയാ.
ക്ഷേത്രകാര്യക്കാരനായ അങ്ങയ്ക്ക് ദേശമംഗലത്തമ്മയെക്കുറിച്ചുള്ള മതിപ്പ് കുറഞ്ഞു പോയോ? ദേശമംഗലത്തമ്മയെ അതിശയിക്കാൻ ഈ ലോകത്ത് വേറെ ശക്തിയുണ്ടോ? ആരോ ഒരാൾ വന്നപ്പോൾ ക്ഷേത്രത്തിന് പ്രഭ വന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിലും വലിയ കള്ളം വേറൊന്നുമില്ല. ദേ, ഇതാണ് എനിക്കിഷ്ടം. പെൺകുട്ടികളായ ഇതുപോലെ മറുപടി അങ്ങ് പറയണം. അങ്ങനെയുള്ള പെൺകുട്ടികളെ കണ്ടു നിൽക്കാൻ തന്നെ ഒരു രസ. എന്താ പറയാ, ഈ കരയ്ക്ക് പിടിച്ചിട്ട മത്സ്യങ്ങളുടെ ഒരു പെടപെടപ്പില്ലേ, പെടപെടപ്പ്. അങ്ങനെ ഒരു ഇത് ക്ഷേത്രനടയാണ്. ക്ഷേത്രനടയിലായാലും സത്യം സത്യമല്ലാണ്ടാവോ? ഒരു കാര്യം നാം നിസ്സംശയം പറയാം, പ്രിയംവദയുടെ അഴകിനെ തോൽപ്പിക്കുന്ന ഒരു പെൺകിടാവ് ഈ ദേശത്തില്ല. എന്താ പൂജാരിയുടെ അഭിപ്രായം? നാം അങ്ങനെ സൗന്ദര്യത്തിന്റെ അളവ് എടുക്കാറില്ല. അങ്ങനെ ഒരു കളിക്ക് വേണമെങ്കിൽ പറയാം, പക്ഷെ അതല്ല സത്യമെന്ന് പൂജാരിക്കും അറിയാലോ. അരുത് തമ്പുരാൻ, ഇത്തരം വാക്കുകൾ ഈ നടയിൽ നിന്നും കേൾക്കുവാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. മനസ്സിനൊരു സുഖം കിട്ടാൻ വേണ്ടിയാണ് ക്ഷേത്രനടയിൽ വന്നത്. ഇത് പക്ഷേ നാം ഒരു രസികത്വം പറഞ്ഞത് ഇത്രയേറെ ബുദ്ധിമുട്ടായോ? എങ്കിൽ നാം ഇതാ നിർത്തിയിരിക്കണം. പ്രിയംവദയുടെ പ്രാർത്ഥനയും ആചാരവും ഒക്കെ നടക്കട്ടെ, നടക്കട്ടെ. നാം ദേ പോവാ. ഓ, നന്നായി പ്രാർത്ഥിച്ചോളട്ടോ. സകല നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്നു. തമ്പുരാനോട് പരാതി പറയണമെന്ന് പലപ്പോഴും ആലോചിച്ചതുമാണ്. പറയണം തിരുമേനി, ഇതൊന്നും വിട്ടുകൊടുക്കരുത്. അദ്ദേഹത്തിന് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അറിയില്ലെങ്കിൽ അത് പഠിപ്പിക്കണം. അതെങ്ങനെയാ? ഇല്ലാതാക്കിയും കൊന്നുമല്ലേ ശീലിച്ചിട്ടുള്ളൂ. അങ്ങനെയുള്ളവരെ മനുഷ്യത്വം പഠിപ്പിക്കുന്നത് മണ്ടത്തരമാണ്. അമ്മേ, നമുക്കിത് ദേശമംഗലത്തമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുമോ? നമുക്കിത് നടയിൽ ചെന്നൊന്നും കൊടുക്കാൻ പറ്റില്ല. പിന്നെങ്ങനെയാ? ആരും കാണാതെ നമുക്കൊരു സൂത്രം ചെയ്യാം. എന്താ? പൂക്കളെല്ലാം പറിച്ചു കഴിഞ്ഞിട്ട് നമുക്കിത് കൊണ്ടൊരു മാല കെട്ടാം. എന്നിട്ട് ആരും കാണാതെ ക്ഷേത്രത്തിന് കുറച്ച് ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കാം. അപ്പോ അതുവഴി പോകുന്ന ഭക്തരാരെങ്കിലും എടുത്തോണ്ട് പോയി ദേവിക്ക് ചാർത്തുമല്ലോ. അവര് ദേവിക്ക് ചാർത്തുമെന്ന് എന്താ ഇത്ര ഉറപ്പ്? ഉറപ്പൊന്നുമില്ല, എന്നാലും അതങ്ങനെ ചെയ്യാം. നമുക്കതൊന്നും വേണ്ട അമ്മേ. നമുക്ക് മാല കെട്ടി വേദക്കുട്ടിയുടെ കയ്യിൽ കൊടുക്കാം. വേദക്കുട്ടി ആവുമ്പോ നേരിട്ട് കൊണ്ടുപോയി ദേവിക്ക് ചാർത്തുമല്ലോ. ആയിക്കോട്ടെ. വല്യമ്മേ, വല്യമ്മേ, അതാരാണെന്ന് മനസ്സിലായോ? അതാണ് കുഞ്ഞി. എന്നെ തൊട്ടില്ലേ അവള്. ഇതാണോ നാടിനെ ഇളക്കിമറിച്ച കാട്ടുവാസി പെണ്ണുങ്ങള്? എന്നാ പിന്നെ രണ്ടെണ്ണത്തിനെ ഒന്ന് കാണണമല്ലോ. വാ. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? എന്റെ വല്യമ്മയാണ്. എങ്ങോട്ടാ അമ്മയും മോളും കൂടി? ദേശമംഗലത്തെ തിരുനടയിലേക്കായിരിക്കും. നിനക്കൊക്കെ ഇപ്പം ഊണും ഉറക്കം അവിടാണല്ലേ? എന്താടി, നിന്റെ നാവിറങ്ങിപ്പോയോ? നിന്റെ കുഞ്ഞിനോട് തമ്പുരാട്ടിക്കുട്ടിയെ തൊട്ട് അശുദ്ധമാക്കാൻ പറഞ്ഞത് നീയല്ലേ? അയ്യോ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. മോളറിയാണ്ട്. കണ്ണു കുത്തി പൊട്ടിക്കുകയാ വേണ്ടത്. അശ്രീകരം. തമ്പുരാട്ടിക്കുട്ടിയെ തൊട്ട കുറ്റത്തിന് എന്ത് ശിക്ഷയാ നിനക്കും മോക്കും വേണ്ടത്? തമ്പുരാട്ടി പൊറുക്കണം. ഇനി എന്റെ കുഞ്ഞിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇനി അങ്ങനെ ഉണ്ടാവില്ല. പക്ഷെ ഉണ്ടായതിന് പരിഹാരം വേണമല്ലോ. ഒരു കാര്യം ചെയ്യും, അമ്മയും മോളും കൂടി വർണ്ണമോളോട് മാപ്പ് ചോദിക്കും. കേട്ടില്ലടി? പിന്നെന്തിനാ മടിച്ചു നിൽക്കുന്നേ? തമ്പുരാട്ടിക്കുട്ടി എന്നോടും എന്റെ മോളോടും പൊറുക്കണം. അയ്യോ, ഗംഭീരമായല്ലോ. എന്നാ പിന്നെ നിന്നോടും മോളോടും പൊറുക്കണമെന്നും പറഞ്ഞൊരു ഓല കൊടുത്തയച്ചാ മതിയായിരുന്നല്ലോ. രാജകുമാരിയോട് തെറ്റ് ചെയ്താൽ മാപ്പ് ചോദിക്കുന്നതിന് അതിൻ്റെതായ രീതിയുണ്ട്. കയ്യിലിരിക്കുന്ന പൂക്കൾ വർണ്ണമോളുടെ കാൽക്കൽ വെച്ചിട്ട് പറ, നിന്നോടും മോളോടും പൊറുക്കണമെന്ന്. അത് ഈ പൂക്കൾ ദേശമംഗലത്തമ്മയ്ക്കുള്ളതാ. ആരുടെയും കാൽക്കല്ലിൽ വെക്കാൻ പറ്റില്ല. ദേശമംഗലത്തമ്മയ്ക്കോ? അപ്പൊ നീയും നിന്റെ മോളുമാണോ ദേശമംഗലത്തമ്മയ്ക്ക് മാല ചാർത്തുന്നത്? ഓഹോ, അപ്പൊ ഇതാണ് ഇവിടെ നടക്കുന്നത്. നീയും നിന്റെ മകളും കൂടി അശുദ്ധിയോടെ പുഷ്പങ്ങൾ പറിച്ച് പൂജാരിയുടെ മകളെ ഏൽപ്പിക്കുന്നു.
പൂജാരിയുടെ മകൾ അത് നിത്യേന ദേശമംഗലത്തമ്മയുടെ വിഗ്രഹത്തിൽ ചാർത്തുന്നു. എന്ന് വെച്ചാൽ ദേശമംഗലത്തമ്മ അശുദ്ധയാകാൻ തുടങ്ങിയിട്ട് നാള് കുറച്ചായി എന്നർത്ഥം. നാട്ടിലുള്ള ബ്രാഹ്മണ ശ്രേഷ്ഠരോടും ദേവീ ഭക്തരോടും ഞാൻ ഈ കാര്യം അറിയിച്ചാൽ അമ്മയ്ക്കും മകൾക്കും മാത്രമല്ല ആ പൂജാരിക്കും മകൾക്കും ഉണ്ടാകും ശിക്ഷ. മര്യാദയ്ക്ക് വർണ്ണമോടെ കാൽക്കൽ ആ പൂക്കൾ വെച്ച് മാപ്പിരക്കണേ. ഈ പൂക്കൾ തമ്പ്രാട്ടി കുട്ടിയുടെ കാൽക്കൽ വെക്കാൻ എനിക്ക് പറ്റില്ല. എടീ അയ്യോ, ഒരു കാട്ടുവാസി പെണ്ണിന് ഇത്രയും ധിക്കാരമുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം ഉടൻ ചെയ്തേ പറ്റൂ. ഭർത്താവ് ചത്തതല്ലേടി. ഇതുകൊണ്ടൊക്കെയാവും അയാളെ കാട്ടുമൃഗങ്ങൾ കടിച്ചു കൊന്നത്. കാട്ടുമൃഗങ്ങളെക്കാൾ ശൗര്യമുള്ളവർ നാട്ടിലുണ്ടടി. അമ്മയും മോളും സൂക്ഷിച്ചോ. നിന്നെ തൊട്ട ഈ കൈയുണ്ടല്ലോ, അത് ഞാൻ ശുദ്ധമാക്കിക്കൊള്ളാം. വാ മോളെ. അമ്മേ, പോട്ടെ മോളെ. ഇത് ആരോടും പറയാൻ വേണ്ട, വേദക്കുട്ടിയോടും പറയണ്ട. എന്നാലും ദേശമംഗലത്തമ്മയ്ക്ക് പൂ പറിച്ചിട്ട് ഒക്കെ പോയില്ലേ? അമ്മ എല്ലാം കാണുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. പ്രിയമത, എന്താ തമ്പുരാൻ? സ്വകാര്യമായി ഒന്ന് കാണാൻ വേണ്ടി നാം ഇവിടെ കാത്തു നിന്നാണ്. സ്വകാര്യമായി കാണേണ്ട കാര്യം എന്താണ്? ക്ഷേത്രമുറ്റത്ത് വെച്ച് നാം ഒരു രസം പറഞ്ഞത് സുഖിച്ചില്ല എന്ന് മനസ്സിലായി. മാത്രമല്ല ആ പൂജാരി അവിടെ ഉണ്ടായിരുന്നല്ലോ. മനസ്സുകൊണ്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പോലും മറ്റൊരാളുകൾക്ക് പറയുമ്പോൾ പെൺകുട്ടികൾക്ക് അത്ര പിടിക്കില്ല. കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കൂടെ ആളുണ്ടായാലും ഇല്ലെങ്കിലും ഞാൻ കേൾക്കാൻ നിൽക്കില്ല. ഈ തന്റെ ഇടം പ്രിയംവദയുടെ അഴക് കൂട്ടുകയാണ്. പ്രിയംവദയെ കുറിച്ച് എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. എന്താ പറയാ, ദേവകഥകളിലെ അപ്സര സ്ത്രീകളെ കുറിച്ച് ഒരുപാട് വിശദീകരണങ്ങൾ കേട്ടിട്ടുണ്ട്. അത്തരക്കാരെ ഒരുപാട് തേടിയിട്ടുണ്ട്, എങ്ങും കണ്ടില്ല. പക്ഷേ പ്രിയംവദ അപ്സരസുകളെ പോലും തോൽപ്പിക്കുന്നു. എനിക്ക് തിരക്കുണ്ട് തമ്പുരാൻ. ഒന്ന് നിൽക്കൂ. നമുക്ക് പ്രിയംവദയുടെ നൃത്തം ഒന്ന് കാണണമെന്നുണ്ട്, അതും രഹസ്യമായിട്ട്. അങ്ങ് ക്ഷമിക്കൂ, ഞാൻ രഹസ്യമായി നൃത്തം ചെയ്യാറില്ല. ഇനി നൃത്തം കണ്ടേ പറ്റൂ എന്ന നിർബന്ധമുണ്ടെങ്കിൽ കുട്ടികളുടെ അരങ്ങേറ്റത്തിന് നൃത്തശാലയിൽ ഞാനും നൃത്തം ചെയ്യുന്നുണ്ട്. നൃത്തമണ്ഡപത്തിലാണെങ്കിൽ അങ്ങനെ, പക്ഷേ അത് കുട്ടികളുടെ അരങ്ങേറ്റത്തിന് വേണ്ട. നൃത്തമണ്ഡപത്തിൽ ഒരുക്കങ്ങൾ നാം ചെയ്യാം. പ്രിയംവദ നൃത്തം ചെയ്തോളൂ, കണ്ടാസ്വദിക്കാൻ നാം മാത്രം. തമ്പുരാൻ എന്താ ഉദ്ദേശിക്കുന്നത്? കേളികേട്ട തമ്പുരാക്കന്മാർ പലരും അടിയറവ് പറഞ്ഞിട്ടുള്ളത് നൃത്തം ചെയ്യുന്നവരുടെ മുമ്പിലാണ്. ചിലർ കൊട്ടാരവും സിംഹാസനവും ചെങ്കോലും വരെ വലിച്ചെറിഞ്ഞിരിക്കുന്നു നൃത്തദേവതമാർക്ക് മുൻപിൽ. ഒരുപക്ഷെ പ്രിയംവദയുടെ ഒരു നോട്ടത്തിനു വേണ്ടി നമുക്കുള്ളതെന്തും ഉപേക്ഷിക്കാൻ നാം തയ്യാറാണ്. തമ്പുരാൻ സൂക്ഷിച്ച് സംസാരിക്കണം. ഈ ഉടലഴക് നമ്മെ മോഹിപ്പിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഒരിക്കൽ മാത്രം പ്രിയംവദയോടൊപ്പം ഒരു ദിവസം എന്റെ ഒരു സ്വപ്നമാണ്. തമ്പുരാൻ, അസഭ്യം അതിര് കിടക്കുന്നു. ഇനി കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാൽ ദേഷ്യം പോലും നല്ല രസ. മനോഹരമായ പൂവിന്റെ ഇതളുകൾ ചുവക്കുന്നത് പോലെ കണ്ണുകളും കവിളുകളും ചുവക്കുന്നു. ഞാനൊരു കവിയോ ചിത്രകാരനോ ആയിരുന്നെങ്കിൽ
അനേകായിരം കവിതകളും ചിത്രങ്ങളും ഇവിടെ പിറന്നു വീഴുമായിരുന്നു. പ്രിയംവദ എന്ന സ്വപ്ന സുന്ദരിയെ കുറിച്ച്. ഒരു കാര്യം നാം വ്യക്തമായി പറഞ്ഞേക്കാം. വർണ്ണമോൾ രാജകുമാരിയാണ്. അവൾ അർഹിക്കുന്ന പരിഗണന ഗുരുകുലത്തിലും നൃത്തമണ്ഡപത്തിലും അവൾക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അച്ഛനും മകൾക്കും അർഹിക്കുന്ന ശിക്ഷ തരും നാം. ഒരു ദയമുണ്ടാവില്ല ചിത്രഭാനുവിന്. എന്താ തമ്പുരാക്കന്മാരെ മോഹിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണോ നീ? എന്താ നിന്നെ പോലുള്ളവർക്ക് നൃത്തത്തിനൊപ്പം അതിന്റെ പരിശീലനം കാണുമല്ലോ. തമ്പുരാട്ടി കാര്യം അറിയാതെ സംസാരിക്കരുത്. എനിക്കറിയാം നിന്നെയൊക്കെ. അവസരം ഒത്തുകിട്ടിയാൽ ഉയരങ്ങളിലേക്ക് പറന്നോളും. എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ള ഭാവത്തിലൊരു നടപ്പും. എന്തായാലും ചിത്രഭാനു തമ്പുരാനെ നിന്റെ വരുതിയിലേക്ക് കൊണ്ടുവരാമെന്ന് നീ കരുതണ്ട. സ്വന്തം ഭർത്താവിനെ കുറിച്ച് ഒരു ഭാര്യയ്ക്ക് നല്ല കാഴ്ചപ്പാടുണ്ടായിരിക്കുന്നത് നല്ലതാണ്. പക്ഷേ വഴിയരികിൽ ഒരു പെണ്ണിനെ തടഞ്ഞു നിർത്തി അവൾ അപ്സരസാണെന്നും ചിത്രകാരനും കവികളും അവൾക്ക് മുന്നിൽ തോറ്റുപോകുമെന്ന് പറയുന്നതും ചില തമ്പുരാക്കന്മാർക്ക് അലങ്കാരമായിരിക്കും അല്ലേ? എന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിലും നല്ലത് ആദ്യം സ്വന്തം ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നതാ. അഭിമാനത്തിന്റെ വിലയറിയുന്ന പെണ്ണുങ്ങൾ ഈ നാട്ടിലുണ്ടെന്നും ഇനി ഒരിക്കൽ ഇതേപോലെ തടഞ്ഞു നിർത്തിയാൽ സ്ഥാനം നോക്കാതെ ഞാൻ പ്രതികരിക്കാൻ മടിക്കില്ലെന്നും പറഞ്ഞു കൊടുത്തേക്ക്. ഇനി എനിക്ക് പോകാലോ. ഞാൻ പറഞ്ഞത് തമ്പുരാട്ടിക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് കരുതുന്നത്. അതല്ലെങ്കിൽ ഇങ്ങനൊരാൾ ഇനിയും നിങ്ങളെ വിഡ്ഢിയാക്കിക്കൊണ്ടിരിക്കും. അല്ല, അത് പിന്നെ സുകന്യേ, ഒരാളെ ഭീഷണിപ്പെടുത്തുന്നതിന് മുൻപ് എന്തെങ്കിലും ഒന്ന് രണ്ട് നല്ല വാക്കുകൾ.